Hallelujah. Let's read Genesis 22:1. Sometime later, God tested Abraham. He called to him, Abraham, and Abraham answered, Yes, here I am. Here I am. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിക്കുക. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുവാൻ ഇടയായി തീരട്ടെ. The very first day God revealed the message to us through Genesis 22:1. 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ അരുളി ചെയ്തു. അത് രണ്ട് കാര്യങ്ങൾ അരുളി ചെയ്തു. He revealed two things. ഒന്ന്, Abraham proclaimed that God, I am available for you. Second thing, even if I am available, I am ready to obey all the commandments coming from you. That means I will respond positively for all the commandments. What is the importance for that? In the garden, Adam was not in his position. He was not available for God. And he negatively responded for the commandment of God. ഈ ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറഞ്ഞു, അവൻ കഴിച്ചു. That was the greatest failure in the world. So, to become a successful spiritual journey, first thing should be happen is you should be available for God. Second thing, you have to positively respond for all the commandment of God. ഇതാണ് ഫസ്റ്റ് ഡേ God revealed to us. Second day, we are seeing a positive journey of Abraham. അബ്രഹാമിൻ്റെ ദൈവജനം അനുസരിച്ചുള്ള ഒരു നല്ല യാത്ര കാണുകയാണ്. നമ്മൾ പറയുകയാണ്, എത്ര എളുപ്പത്തിൽ, എത്ര വേഗത്തിൽ അബ്രഹാമിന് അനുസരിപ്പാൻ കഴിയുന്നു. How fast he is, very easily he is obeying the commandment of God. God told, no. He has overcome many negative obstacles of spiritual life. അവൻ്റെ ജീവിതത്തിലെ അവനോട് പോരാടുന്ന ചില ശക്തികളെ ജയിച്ചിട്ടാണ് അവൻ ഈ യാത്ര നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന് പറഞ്ഞു, ഫസ്റ്റ് നെഗറ്റീവ് പവർ ഈസ് ഹിസ് ലവ്, അവൻ്റെ ഇഷ്ടങ്ങൾ. സെക്കൻഡ് പവർ ഈസ് ഹിസ് തോട്ട്സ്, അവൻ്റെ ചിന്തകൾ, വിചാരങ്ങൾ. തേർഡ് പവർ ഈസ് ദ വോയിസ് ഓഫ് ഹിസ് ബിലവേഡ്, അവൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ അവൻ്റെ വേണ്ടപ്പെട്ടവരുടെ ശബ്ദങ്ങൾ അവന് ഈ ദൈവയാത്രയ്ക്ക് വിരോധമായിരുന്നു. ആമേൻ. നാലാമത് പറഞ്ഞു, ദ വോയിസ് ഓഫ് ദ പബ്ലിക്. ആമേൻ. ആത്മീയരെന്ന് പറയുന്നവരുടെയോ അനാത്മീയരുടെ ആരുമായിക്കൊള്ളട്ടെ, ദൈവ വിചാരത്തിന് വിരുദ്ധമായ ശബ്ദങ്ങൾ അവന് വിരോധമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. സോ അബ്രഹാം overcome all the negative aspects and he was disconnected with everyone. എല്ലാവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അവനും അബ്രഹാമും പിതാവും കൂടെ ഒരുമിച്ച് നിന്നു. സ്തോത്രം. They stood together. അപ്പം ദാസന്മാരെ വിട്ടു, കഴുതയെ വിട്ടു, അവൻ സ്തോത്രം എല്ലാവരും വിട്ടു, ഫാമിലിയെ വിട്ടു. ഇപ്പോൾ അബ്രഹാം ആൻഡ് ഹെവൻലി ഫാദർ is standing together. ഇന്നലെ രാത്രി കർത്താവ് നമ്മളോട് പറഞ്ഞു, what is the meaning that they are standing together? The meaning is Abraham was filled with 100% faith. 100% വിശ്വാസത്താൽ അബ്രഹാം നിറഞ്ഞു. Praise God. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ, you remember that God is calling you for a new spiritual journey. അബ്രഹാമിന് ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മീയ യാത്രയ്ക്ക് വേണ്ടി ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഈ ഉപവാസത്തിൽ അബ്രഹാമിൻ്റെ പേരിന് പകരം നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് നിങ്ങൾ പറയണം, ഒരു പുതിയ യാത്രയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പകുതി വിശ്വാസവും കാൽ വിശ്വാസവും അല്ലെങ്കിൽ മുക്കാൽ വിശ്വാസമുള്ള വിശ്വാസം കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല. ദൈവം അത് അറിയുന്നത് കൊണ്ട് we shall possess the perfect faith. ഇനിയും എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കി പറയാൻ കഴിയും, എൻ്റെ കുടുംബം വിടുവിക്കപ്പെടും. എൻ്റെ തലമുറ നോക്കി എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ തലമുറകൾ വിടുവിക്കപ്പെടും. എന്നെ നോക്കി എനിക്ക് പറയുവാൻ കഴിയും, എനിക്ക് വിടുതൽ സംഭവിക്കും. എൻ്റെ പ്രശ്നങ്ങൾ നോക്കി എനിക്ക് പറയാൻ കഴിയും, God will give deliverance to all my problems. God will deliver me all of my problems. I believe perfectly. 100% വിശ്വാസത്തിൽ അബ്രഹാം ദൈവമായിട്ട് നിന്നു. ഇന്നലെ രാത്രി പറഞ്ഞു, അവർ ഒരുമിച്ച് നടന്നു. സ്തോത്രം. They started the journey with perfect faith. Now just see, Heavenly Father is with Abraham. സ്വർഗീയ പിതാവ് അബ്രഹാമിനോടുണ്ട്.
and Abraham is with Heavenly Father. So first thing is, Abraham proved that, Father, I am here available for you. And I am ready to obey the commandments of you. And I disconnected the world. I am connected with heaven. Hallelujah. And I am filled with faith. And we are traveling together. Hallelujah. ഇതാണ് ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനോട് നോക്കി അവനുമായി നമ്മുടെ യാത്ര ആരംഭിച്ചു. പ്രൈസ് ദ ലോർഡ്. സോ ഇന്ന് രാത്രി നമുക്ക് വായിക്കാം ജനസിസ് 22:7-8. 22-ാം അധ്യായം 7-8 വാക്യങ്ങൾ. Isaac said, Father. He answered, Yes, my son. അതിന് മുമ്പ് പറഞ്ഞുണ്ടല്ലോ. Abraham made Isaac carry the wood for the sacrifice, and he himself carried a knife and live coal for starting the fire. As they walked along together, Isaac said, Father. He answered, Yes, my son. Isaac asked, I see that you have the coals and the wood, but where is the lamb for the sacrifice? Abraham answered, God himself will provide one. And the two of them walked on together. Praise the Lord. അബ്രഹാമും ഇസഹാക്കൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു ചോദ്യം, one question came from Isaac. വുഡുണ്ട്, നൈഫുണ്ട്, എല്ലാം ഉണ്ട്. വേർ ഇസ് ദ ലാംബ്? യാഗവസ്തു, യാഗമൃഗം എവിടെ? Praise the Lord. Praise the Lord. What Abraham is doing now? He started a new spiritual journey. The third day, he started the new spiritual journey. Because first day, he was connected with the servants. He was connected with the donkey. Second day, he was connected still with the world. The third day, he disconnected the connection with the world. Now, Heavenly Father and his son Abraham is walking together. Now the question coming to Abraham, where is the burnt offering? Where is the lamb? എവിടെയാണ് യാഗമൃഗം? What is the answer? God will provide. God will provide. God will provide. Here you can see two things. The answer was immediate. The answer was immediate. And the answer was related to God. Hallelujah. മനസ്സിലായോ നിങ്ങൾക്ക്? അവന്റെ ഉത്തരം ഉടനെയായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ his spiritual life is filled with faith, and he was ready to proclaim, he was ready to glorify Father's name. Hallelujah. Answer was immediate, and it is related to God. ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദങ്ങൾ മാത്രം അബ്രഹാം പുറപ്പെടുവിക്കാൻ തുടങ്ങിയ. സ്തോത്രം. ഗ്രഹിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാത്രി റിസീവ് ചെയ്യണം. സ്തോത്രം. അല്പം കൂടെ പറയുമ്പോൾ യു വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് സ്പിരിച്വൽ ജേർണി, ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം അബ്രഹാം ഇസ് ഡൂയിങ്. ഒരു ആത്മീയ യാത്ര ഫസ്റ്റ് ടൈം അല്ല അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. But this spiritual journey, Abraham realized there is some importance in my life. So he was very keen in each and every step he was taking. ഇതുവരെയുള്ള എൻ്റെ യാത്രകളെക്കാൾ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഓരോ ചുവടും അവൻ വളരെ ശ്രദ്ധയോടെ വെക്കുവാൻ തുടങ്ങി. സ്തോത്രം. അവൻ്റെ യാത്ര തുടങ്ങിയത് ഹാരാനിൽ വരുന്നതിന് മുമ്പേ മെസ്സപ്പൊത്യോമിൽ വെച്ച് ദൈവം ഇടപെടുവാൻ തുടങ്ങി. അവൻ്റെ അപ്പൻ്റെ മരണശേഷം. സ്തോത്രം. ആമേൻ. ജനസിസ് 12:1 ഒന്ന് വായിച്ചേ. 1-3 വായിച്ചു. ജനസിസ് 12:1-3.
The Lord said to Abraham, ആ leave your country, your relatives, ആ and your father's home, ഉം, and go to a land that I am going to show you. ആ I will give you many ഓക്കെ, അത് മതി. സോ the spiritual journey already started before. ദൈവം പറഞ്ഞു, നീ ഇതെല്ലാം വിട്ടുകളയാൻ പറഞ്ഞു. ലീവ് എവറിത്തിങ് ആൻഡ് ഗോ ടു ദ പ്ലേസ് വിച്ച് ഐ ഷോ ടു യു. ഇവിടെയും പറഞ്ഞതാണ്, ഗോ ടു ദ മോറിയ, ഐ വിൽ ഷോ യു ദ മൗണ്ടൻ, ഗോ ടു ദ സെയിം പ്ലേസ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് അവനോട് പറഞ്ഞത്, എല്ലാം വിട്ടു പോകാൻ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിന്റെ 4th വേഴ്സസ് വായിച്ച് 12:4. When Abraham was 75 years old, he started out from Haran, as the Lord had told him to do. He started his journey from Haran. Praise the Lord. ദൈവം പറഞ്ഞതുപോലുള്ള യാത്ര അബ്രഹാം ആരംഭിച്ചു. പ്രൈസ് ഗോഡ്. എവിടേക്ക് പോകാനാ പറഞ്ഞത്? ഗോ ടു ദ പ്ലേസ് വിച്ച് ഐ ആം ഗോയിങ് ടു ഷോ. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ 10ാം വാക്യം വായിക്കുമ്പോൾ, if you read the verse 10, but there was a famine in Canaan. There was a famine in that time. And it was so bad that Abraham went further south to Egypt to live there for a while. ഒന്ന് വായിച്ചേ. But there was a famine in Canaan, and it was so bad that Abraham went further south to Egypt. He went to Egypt. He went to Egypt. സ്തോത്രം. This is not the place which God has told him. അബ്രഹാമിനോട് പറഞ്ഞ ഇടത്തേക്കല്ല ആര് പോയത്? അബ്രഹാം പോയത്. He started the journey. But in the midst of the problems of their life, he went to Egypt. Praise God. Praise God. Hallelujah. Because when the famine came, Abraham started telling Sarah, we will feel hungry later stage. Let us go to Egypt. But now look at Abraham now. Where is the burnt offering? God will provide. മനസ്സിലായോ? God will provide. അന്നേരം പറഞ്ഞില്ല ഈജിപ്തിൽ പോയി എന്ത് ചെയ്യാവുന്ന ഒരു കാളയെ മേടിക്കാം. He now telling God will provide. Before he was telling, we will go to Egypt. We will depend on Pharaoh. We will depend on the of Egypt. സ്തോത്രം. നമ്മളും ആത്മീയാത്ര ആരംഭിച്ചവരാ. പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ ആത്മീയാത്ര ഡീവിയേറ്റ് ചെയ്തു പോയി. സ്തോത്രം. Abraham realized, my journey is getting deviated. Praise the Lord. Praise the Lord. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, കഷ്ടങ്ങൾ വന്നപ്പോൾ, ആമേൻ, ജീവിതത്തിലെ കഠിനമേറിയ അവസ്ഥകൾ വന്നപ്പോൾ പലരിലും നമ്മൾ ആശ്രയിച്ചു. അന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല ദൈവമെന്ന് പറഞ്ഞില്ല? സ്തോത്രം. പ്രൈസ് ഗോഡ്. അന്ന് നീ പറഞ്ഞു രാജ്യങ്ങളിൽ, മനുഷ്യരിൽ നമുക്ക് എന്ത് ചെയ്യാം? ആശ്രയിക്കാം. We start depending on something else except God. അവിടെ അവൻ പരാജയപ്പെട്ടു. Praise the Lord. പക്ഷെ ദൈവം വിട്ടില്ല. If you read chapter 13:1, Abraham went north out of Egypt to the southern part of Canaan with his wife and everything he owned, and Lot went with him. Praise the Lord. ഈജിപ്തിൽ നിന്ന് തെറ്റു മനസ്സിലാക്കി അബ്രഹാം വീണ്ടും മടങ്ങി വന്ന് ദൈവം പറഞ്ഞ യാത്ര വീണ്ടും ആരംഭിച്ചു. ഈ റീസ്റ്റാർട്ടഡ് ഹിസ് ജേണി അഗെയിൻ. എത്ര പ്രാവശ്യം മാനസാന്തരപ്പെട്ട് നമ്മൾ കർത്താവ് ഇനി ഞാൻ കർത്താവിനോട് ജീവിക്കുമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? സ്തോത്രം. How many times we confessed, God, we deviated from the spiritual life. From today I will maintain a proper spiritual life. Praise God. അവൻ തിരിച്ച് വീണ്ടും ഇവിടെ വന്നു, ദൈവം പറഞ്ഞ മാർഗത്തിലേക്ക് കയറി. സ്തോത്രം.
ഇനി എൻ്റെ 5 തൊട്ട് വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. 13:5. Lot also had sheep, goats, and cattle, as well as his own family and servant. And so there was not enough pasture. Land for the two of them to stay together because they had too many animals. So quarrels broke out between Okay, them. you know the situation. You just read verses 10. Lot looked around and saw that the whole Jordan Valley, all the way to Abraham said to Lot, we have to get separated. നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോയിട്ടില്ല, പോക്ക് നടക്കുകയില്ല. എൻ്റെ വഴി വേറെ, നിന്റെ വഴി വേറെ. Praise God. Praise God. So they decided. Abraham told, if you go right, I will go exactly opposite. If you go left, I will go exactly opposite, because my way is God's way, your way is your own way. Decide ചെയ്തു. അപ്പോൾ Lot lifted his eyes. Lot looked around and saw that the whole Jordan Valley, all the way to Zoar, had plenty of water, like the garden of the Lord, or like the land of Egypt. This was before the Lord had destroyed the cities of Sodom and Gomorrah. So Lot chose the whole Jordan Valley for himself. Who chose that land? Lot. Lot എന്ത് ചെയ്തു? അവൻ ഇഷ്ടമുള്ള ഇടം സെലക്ട് ചെയ്തു. What about Abraham? Abraham is a spiritual man. He cannot select anything of himself. അവന്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവനാണ് അബ്രഹാം. ബിക്കോസ് അവനെ വിളിച്ചവൻ വിശ്വസ്തന, ആ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. സ്തോത്രം. Praise God. Spiritual people, so-called spiritual people. I can say Lot is head of the so-called spiritual people. He also started a journey with Abraham. He was the member of the family of Abraham. He can say, I am also a spiritual man. But the time comes, when the time comes, he will start selecting everything according to his will. Praise God. Stotra. Praise God. എത്ര പ്രാവശ്യം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ സഞ്ചരിച്ചു. സ്തോത്രം. എത്ര പ്രാവശ്യം ഇനി എനിക്കൊരു ആത്മീയം വേണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. എത്ര പ്രാവശ്യം മടങ്ങി പോകണമെന്ന് നീ പറഞ്ഞു. സ്തോത്രം. How many times you decided according to your will? Praise God. Abraham realized, my friendship or fellowship with so-called spiritual people, I shall be get separated. നമ്മളെല്ലാവരോട്ട് അങ്ങ് അടിച്ച് തകർക്കുക. അവിടെ നോക്കിയാൽ അവിടെ ഉണ്ട്, ഇവിടെ നോക്കിയാൽ ഇവിടെ ഉണ്ട്, അവിടെ നോക്കിയാൽ അവിടെ ഉണ്ട്. വി ആർ എവരിവെയർ. നോ, വി കനോട്ട് സെലക്ട് എ പ്ലേസ് അക്കോർഡിംഗ് ടു മൈ വിൽ. ഇഫ് യു അവിടെ നിൽക്കേണ്ട ജനസിസ് 2:7 എന്ന് വായിച്ചേ, 7 and 8 എന്ന് വായിച്ചേ. അത് കളയല്ലേ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടും. Genesis 2:7 and 8. Then the Lord God took some soil from the ground and formed a man out of it. He breathed life, giving breath into his nostrils, and the man God created Adam. He gave life to Adam. Okay. Then the Lord God planted a garden in Eden in the east, and there he put the man he had formed. Praise the Lord. ജീവനോട് എഴുതിട്ട് വന്ന ആദം ഇഷ്ടമുള്ള സ്ഥലത്തേക്കല്ല പോയത്. God created a garden and he keep Adam there. Who selected the garden? God selected the garden. It was not Adam's choice. It was God's choice. ഇവിടെ ലോത്തിനോട് പറയുകയാണ്, again I restarted my journey. Again I failed. ഞാൻ തകർന്നു, ഞാൻ പരാജയപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് ദൈവം അബ്രഹാമിനെ വിട്ടില്ല. Again God started interacting with Abraham.
സോ 13:18 ഒന്ന് വായിച്ചേ. So Abraham moved his camp and settled near the sacred trees of Mamre at So he Hebron. moved the camp again. He started the journey according to God's will. See, we have to praise our loving Father. We are getting many opportunities to come back to His presence. Again, we are running away from His presence. Again, He is waiting for us. Patiently, He is waiting for us. Don't take that as a granted. എന്നും കാത്തിരിക്കുമെന്ന് വിചാരിക്കരുത്. അബ്രഹാം ഭയപ്പെട്ടു. Again, he restarted his journey. Hallelujah. അപ്പോൾ നാം കേൾക്കുന്നത് 3-4 kings came to Sodom and Gomorrah and they took Lot, his wife, his wealth, everything. They steal everything and they went back to their country. Praise God. ഇത് കേട്ട ഉടനെ അബ്രഹാം എന്ത് ചെയ്തു? അഭ്യാസികളുമായിട്ട് trained servants, he went to that place. He bring back everything back which the Lot has lost in his life. ലോത്തിനെ അവന്റെ സകല സമ്പത്തിനെ എന്ത് ചെയ്തു? അബ്രഹാം മടക്കി കൊണ്ടുവന്നു. Praise the Lord. So just read this one, 12 from 14-21. The king of Sodom said to Abraham, keep the lot, but give me back all my people. Abraham answered, I solemnly swear before the Lord, the Most High God, maker of heaven and earth, that I will not keep anything of yours, not even a thread or a sandal strap. Then you can never say, I am the one who made Abraham rich. I will take nothing for myself. I will accept only what my men have used. But let my allies, Aner, Eshcol, and Mamre take their share. Praise the Lord. Here you see, the army has taken his relative Lot from Sodom and Gomorrah. Through his capacity, his ability, he went to that place. He bring back everything. Praise God. Then he is thinking, oh God, I have that great power, capacity, everything to conquer the kings, conquer the countries. I can do miracles. He was thinking of himself. Suddenly the one king is saying that, don't worry, I will give you everything for you. Suddenly Abraham realized one thing. What was the first message? Leave your hometown. Leave your house. Leave everything and go without anything. Hallelujah. എല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നിന്റെ അടുത്ത് വന്ന് നിൽക്കുമെന്ന് ഓർത്തോണം. ആമേൻ. മനുഷ്യൻ തന്നതൊന്നും നിലനിൽക്കുകയില്ല. സ്തോത്രം. Whatever man has given will not stay in your life. What God has given will stay in your life. Hallelujah. അബ്രഹാം പറഞ്ഞു, സോറി, I am very much sorry. I will not take a single fils from you. I don't want tomorrow you say that because of your money I become rich, I become higher in my life. What's the meaning of that? Abraham was having a confidence, tomorrow God is going to keep me higher in my spiritual life. അതിന് ഒരു മനുഷ്യൻ്റെയും ക്ലെയിം ഇല്ലാതെ അവൻ പറഞ്ഞു, നോ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. നമ്മുടെ മൈൻഡ് എന്താണ്? വാട്ട് ഇസ് ഇൻ അവർ മൈൻഡ്? വി ആർ തിങ്കിങ്, അയ്യോ, എനിക്ക് എൻ്റെ പേരൻസിൻ്റെ ഷെയർ കിട്ടിയില്ലല്ലോ, എനിക്ക് കമ്പനിയുടെ ഈ ഇൻഡെമിനിറ്റി കിട്ടിയില്ലല്ലോ, അയ്യോ എനിക്ക് ആ കിട്ടേണ്ട ആ നന്മയൊന്നും കിട്ടിയില്ലല്ലോ. ഐ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ് ഫ്രം ദ വേൾഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇത്രയും പഠിച്ചിട്ട്, ഇത്രയും ജോലി ചെയ്തിട്ട്, ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ട്, ഇത്രയും കഴിവുണ്ടായിട്ട്, ഐ എം നോട്ട് ഏബിൾ ടു പെർഫോം. ഐ എം നോട്ട് ഏബിൾ ടു പെർഫോം വെൽ അക്കോർഡിംഗ് ടു മൈ എഡ്യൂക്കേഷൻ, അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ്, അക്കോർഡിംഗ് ടു മൈ നോളജ്. ഇതെല്ലാം ചിന്ത വന്നപ്പോൾ നീ പോലും അറിയാതെ സ്പിരിച്വൽ ലൈഫിൽ നീ ഡീവിയേറ്റ് ചെയ്ത്. സ്തോത്രം. The moment you realize that, he told that, no,
I don't want anything from the world. I need anything from heaven. Hallelujah. See, അപ്പോഴും ജേണി എന്ത് ചെയ്തു? ഡിസ്റ്റർബ് ചെയ്തു. See, just think ചെയ്യണം. When the first moment a famine was there, he was telling about Egypt. Praise God. And when Lot was taken by the kings, he was depending, he was telling, I have trained servants in my home. അഭ്യാസമുള്ള കുടുംബം എൻ്റെ, അവരിൽ അവൻ ആശ്രയിച്ചു. ഇവിടെങ്ങും അവൻ എന്ത് പറഞ്ഞില്ല? God will provide പറഞ്ഞില്ല. Praise God. ഒടുവിൽ chapter 15 and 1 note wise, 15:1. 1, 2, 3. After this, Abraham had a vision and heard the Lord say to him, do not be afraid, Abraham, I'll shield you from danger and give you a great reward. But Abraham answered, Sovereign Lord, what good will your reward do me, since I have no children? My only heir is Eliezer of Damascus. You have given me no children, and one of my slaves will inherit my property. Then he heard the Lord speaking to him again. This slave Eliezer will not inherit your property. Your own son will be your heir. The Lord took him outside and said, look at the sky and try to count the stars. Okay, Mother, stotram. Now he is saying God. Again he continued his journey. God told, no, you are going to get a child from God. He said, come. He didn't say that God will provide. Immediately what he is saying? My servant Elias will be my next person to rule this, my family. He's not telling about God. ദൈവമല്ല, എൻ്റെ വേലക്കാരനായ അല്ലെങ്കിൽ എൻ്റെ ഭൃത്യനായ ഏലിയാസർ. സ്തോത്രം. എടുത്തോട്ടെ. Hallelujah. എൻ്റെ അവകാശി ദമ്മേശക്കാരനായ ഏലിയാസർ എന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ അവകാശി. Praise God. അപ്പോൾ ദൈവം പറഞ്ഞു, നോ, മൈ പ്രോമിസ് വിൽ ഫുൾഫിൽ. സോ അഗെയിൻ ഈ ഹാപ്പിയായി. അഗെയിൻ ഈ കെയിം ബാക്ക് ടു ദ ട്രാക്ക്. ഞാൻ വിശ്വസിക്കുന്നു ഇനി എൻ്റെ സ്പിരിച്വൽ ജേർണി കറക്റ്റ്. ഐ വിൽ ഗോ ആസ് പെർ ഗോഡ്സ് വിൽ. അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ 16:1 വെച്ച് സാറ പറയുന്നു, എനിക്കൊരു ആരുണ്ട്? മിസ്രൈമ ദാസി ആരുണ്ട്? ഹാഗാറുണ്ട്. നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? വാഗ്ദത്തം കിടക്കുന്നു. ആമേൻ, നീ അവളിൽ ഒരു പുത്രനെ ജനിപ്പിച്ചാൽ. See, Abraham started listening the voice of the world. ഈ വഴികളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടും പിന്നെയും റീസ്റ്റോർ ചെയ്തിട്ടും പിന്നെ റിപ്പന്റ് ചെയ്തിട്ടും again and again Abraham saying that my spiritual journey is a failure. Keep yourself in Abraham's position. എത്ര പ്രാവശ്യം you confessed? How many times you decided? Praise God. Again, devil will open a new trap for you. ആ ട്രാപ്പിൽ പോയി നീ വീഴും. സ്തോത്രം. Praise God. Praise the Lord. പിന്നെയും നീ കരയും. Again you will cry, God restore me. യുവാസ്, ഇന്ന് രാത്രിയിൽ ദൈവം നിനക്ക് തരാൻ പോകുന്ന അനുഗ്രഹം എന്നറിയാമോ? What is the blessing God is going to give? He is going to give a steady spiritual journey from tonight. നിനക്ക് എതിരെ വരുന്ന സകല ട്രാപ്പും റിയലൈസ് ചെയ്യുവാനുള്ള കൃപ തന്ന്, ജയിപ്പാനുള്ള കൃപ തന്ന്, നിന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കെന്തെന്നറിയാമോ? മൈ ഗോഡ് വിൽ പ്രൊവൈഡ്. Famine comes, my God is there. I have a relation with the non-godly people, my God will separate me.
Praise God. My family have problem. My God will redeem my brother Lot. I have a promise of God. At the right time, God will give. I will not go in my own way. My God, my God, my God. ഇത് പറയുന്ന ഒരു സ്പിരിച്വൽ ജേണി ദൈവം തരാൻ പോവുക. You are going to keep God in front of everything. നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെ മുമ്പിലും നീ ദൈവത്തെ പൊസിഷൻ ചെയ്യാൻ പോവുക. സ്തോത്രം. Praise God. ഈ ഉപവാസം നിനക്ക് വരുന്ന ഡെലിവറൻസ് ഇനി ഒരു റിപ്പന്റൻസിലേക്ക് നിന്നെ കൊണ്ടുപോവുകയില്ല. നിനക്കൊരു സ്റ്റഡി സ്പിരിച്വൽ ലൈഫ് ദൈവം തരാൻ പോവുക. സ്തോത്രം. The moment the trap is coming, God will provide His grace upon you. God will enable, He will make sure that you will fail, you will never fail in your spiritual life. You will never fail in your spiritual journey. Praise the Lord. Praise the Lord. Hallelujah. എന്താണെന്നറിയാമോ? Devil knows your weakness. You are filled with faith now. മറന്നു പോകരുത്. You are filled with faith. Now he will fill with power of Holy Spirit. He will fill with the wisdom of Holy Spirit. He will provide the guidance of Holy Spirit and ensure that you will not cry again to God saying that, God, I want to come back to your presence. From today, God is giving a promise. You will be in the presence of God till the end of your life. Hallelujah. അവസാനം വരെ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്ക് പോലെ ദൈവം നിന്നെ നിർത്താൻ പോവുക. സ്തോത്രം. Praise God. Praise God. Hallelujah. സ്തോത്രം. Something will come in your life. നിന്റെ സ്പിരിച്വൽ ലൈഫിനെ ഡീഗ്രേഡ് ചെയ്യുവാൻ, സ്പിരിച്വൽ ലൈഫിനെ ഒന്ന് ഉലയ്ക്കുവാൻ ഒരു സാധനം പൊങ്ങി വരുമ്പോൾ നീ ഓർത്തോണം, No. I am with like Abraham. We are walking together. Hallelujah. And I will say, my God, my Father will provide. My Father will deliver. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. Praise God. Praise God. ഒരു കാര്യം ശ്രദ്ധിക്കണം. All the journey started by Abraham never allowed him to reach the destiny. ഇന്ന് വരെയുള്ള മാനസാന്തര പ്രാർത്ഥനയും ഇന്ന് വരെയുള്ള മടങ്ങി വരവും വീണ്ടുമുള്ള യാത്രയും ഇന്ന് വരെ അബ്രഹാമിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടില്ല. The same like you. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തവണ്ണമുള്ള, നിങ്ങളുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണമുള്ള ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. Still you are crying, God, I want to become according to your will. God is going to change that. He is going to lift you according to His will. Abraham's testimony, I started, I restarted, but I failed and failed. Never I was able to reach the destiny according to God's will. എനിക്ക് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് ചേരുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. Amen. Amen. Still Abraham, the question is coming, where is this? Answer was immediate. Because he knows the answer. For every question, he has only one answer. What is the answer? My God. Praise God. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട്, അപ്പനും മകനും യാത്ര തിരിച്ചതുകൊണ്ട്. Can you read the first part of the verse 9, 22, first part of the വായിച്ചേ? 22:9. When they came to the place which God had told him about. And they came to the place which God had told him which about. God has told about. Amen. Hallelujah. Now Abraham is saying a testimony. First time in my life, I am able to reach the spiritual destiny defined by God. Hallelujah. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന സാക്ഷ്യവിധ, ഇന്ന് വരെ ആരംഭിച്ച ആത്മീയ യാത്രയ്ക്ക് പരാജയമുണ്ടെങ്കിലും
നിനക്ക് പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ദൈവം ആഗ്രഹിച്ച അളവിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോട്ട് അക്കോർഡിംഗ് ടു യുവർ വിൽ. ഈജിപ്തിൽ നിനക്ക് സന്തോഷമായിരുന്നു, നല്ല സമ്പത്ത് വർദ്ധിച്ച സന്തോഷമായിരുന്നു. സൊദോം രാജാവ് പൈസ തരാന്ന് പറയുമ്പോൾ സന്തോഷമായിരുന്നു. ഹാഗാറിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ സന്തോഷമായിരുന്നു. യു ഹാവ് ടോൾഡ് മെനി ടെസ്റ്റിമണീസ് ഇൻ ചർച്ച്, ദ ടെസ്റ്റിമണീസ് ഓഫ് ഹാപ്പിനെസ്. എനിക്ക് ജോലി കിട്ടി, സന്തോഷം. എനിക്ക് പിന്നെ നല്ല ഉയർച്ച കിട്ടി, സന്തോഷം. നല്ല വാഹനം കിട്ടി, സന്തോഷം. ഒത്തിരി ടെസ്റ്റിമണി നീ പറഞ്ഞു. യു ഹാവ് ഹാപ്പിനെസ് ഇൻ ക്രൈസ്റ്റ്, ബട്ട് സ്റ്റിൽ നെവർ യു റീച്ച് ദ ഡെസ്റ്റിനി ഡിഫൈൻഡ് ബൈ ഗോഡ്. ദൈവം പറഞ്ഞ ആത്മീയ ഉന്നതിയിൽ ഇന്ന് വരെ നീ എത്തിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവം നിനക്കൊരു വാഗ്ദത്തം തരുന്നു. ദൈവം നിന്നെ അവിടെ കൊണ്ടുപോകാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മാനസാന്തരപ്പെടാത്ത, ഇനി അതിനുവേണ്ടി കരയാത്ത, ആമേൻ സ്തോത്രം കർത്താവേ ഞാൻ തെറ്റിപ്പോയെന്ന് പറയാത്ത, ആമേൻ സ്തോത്രം കർത്താവേ, ആമേൻ മടങ്ങി വന്ന് കൃപയിൽ വീണ്ടും അവനോട് പറ്റിയിരിക്കുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോഥെയോസ് ബൈബിൾ വായിച്ചെഴുതുന്ന എത്ര പ്രാവശ്യം തീരുമാനമെടുത്തു? 1 തിമോഥെയോസ് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കത്ര തീരുമാനമെടുത്തു. ഇതെല്ലാം പരാജയപ്പെട്ടില്ലേ? ഈ പരാജയങ്ങളെല്ലാം ദൈവം ജയമാക്കി മാറ്റാൻ പോകുകയാ. സ്തോത്രം. ആമേൻ, ആമേൻ. അബ്രഹാമിനെ പോലെ എനിക്കും നിങ്ങൾക്കും ആദ്യമായൊരു സാക്ഷ്യം പറയാൻ കർത്താവ് അവസരം തരാൻ പോകുന്നു. കർത്താവേ, ഞാൻ ദൈവം ആഗ്രഹിച്ച ആത്മീയ അനുഭവത്തിൽ എൻ്റെ ദൈവം എന്നെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നു, അപ്പനും മകനും കൂടെ ആ സ്ഥലത്തെത്തി. എങ്ങനെ ഞാൻ നിങ്ങൾ എത്തിയത്? മകൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ടല്ല, അപ്പൻ കൂടെയുള്ളത് കൊണ്ട് എത്തി. സ്തോത്രം. എങ്ങനെ നമ്മൾ എത്തിയത്? അപ്പൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തീരുമാനമെടുത്തു, അതുകൊണ്ട് ഞാൻ എത്തി. I will obey your commandments. അതുകൊണ്ട് ഞാൻ എത്തി. I overcome all the negatives of my life. അതുകൊണ്ട് ഞാൻ എത്തി. നീ എന്നെ വിശ്വാസത്താൽ നിറച്ചു, അതുകൊണ്ട് ഞാൻ എത്തി. എന്റെ കഴിഞ്ഞ പരാജയങ്ങൾ ഇനി ഒരിക്കലും വരില്ല തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഞാൻ എത്തി. സ്തോത്രം. Praise God, praise God. നോക്കിക്കേ, പരാജയത്തിൽ കിടന്ന അബ്രഹാമെ ദൈവം വിളിച്ചു. God called Abraham, who was really a failure in spiritual life. But tonight you can see a victorious Abraham. You can see a victorious Abraham. He has not done anything. He told, just God able to reach the destiny. അവിടുന്ന് എത്തുവാൻ കൃപ തന്നു. എത്തിയാൽ സ്തോത്രം. നാളെ രാത്രി നമുക്ക് പഠിക്കാം. When you reach that destiny, what is the miracle is going to happen? Amen. കൃപ നിന്റെ മേൽ പകരുക. ഇനി ഞാൻ പിറുപിറുക്കുകയില്ല, ഇനി ഞാൻ പിന്മാറിപ്പോകുകയില്ല, ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഞാനും എൻ്റെ അപ്പനും മാത്രം. മീ ആൻഡ് മൈ ഗോഡ്. ആരെ ഞാൻ നോക്കുകയില്ല. മീ ആൻഡ് മൈ ഫാദർ. എപ്പോഴും പറയും, എൻ്റെ ഫാദർ ഗോഡ്. യു വിൽ റീച്ച് ദ ഡെസ്റ്റിനി. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസമയം. ഹല്ലേലൂയ.